ഏട്ടാ, നമുക്ക് ഇറങ്ങിയാലോ? ആവനി, നിഹാരികയുടെ വിഷയം അമ്മയോട് പറയണമെന്നാ തോന്നുന്നേ. നിഹാരികയുടെ കാര്യോ? എന്താ അത്? നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് നിഹാരിക തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഇന്നലെ നമ്മളെക്കാളും മുൻപ് ആ രാജിയെ പോയി കണ്ട പോലെ നാളെ എപ്പോഴെങ്കിലും നമ്മളെക്കാളും മുൻപ് ആ സൂരമ്മയെ ചെന്ന് കണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ പേടിപ്പിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാ എന്റെ ഏട്ടനെ പറ്റി പിന്നൊന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിൽ അച്ഛനോടും അമ്മയോടും സൂരമ്മയുടെ കാര്യം പറയുന്നത് തന്നെയാ നല്ലത്. അത് വേണ്ടേട്ടാ. എന്താ? നിഹാരികയെ കുറിച്ച് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും ഒന്നും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്തു പറഞ്ഞാലും നിഹാരിക സ്പോട്ടിൽ തന്നെ റിവേഴ്സ് അടിക്കാൻ നോക്കും. ഇപ്പൊ നമ്മൾ നിഹാരികയെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അമ്മേ, അമ്മേ, എന്റെ രണ്ടാമത്തെ അളിയനെ കണ്ടുപിടിക്കാൻ എനിക്കൊരു ബ്രഹ്മാണ്ഡ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ? എന്താണ്? ആവിനിയെ തന്നെ പൂർണ്ണമായി ആശ്രയിക്കാതെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ആദ്യം നീ കാര്യം എന്താന്ന് പറ. മഷിയിട്ട് നോക്കിയാൽ നിങ്ങളുടെ മകൻ എവിടെയായാലും എന്തായാലും അറിയാൻ പറ്റും. ഒരു കൈ നോക്കിയാലോ? ഏട്ടാ, മന്ത്രം കൊണ്ട് മാങ്ങ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ ഇത്തരം ശ്രമങ്ങളൊക്കെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. അത് പറയാൻ പറ്റില്ല. അത്തരം ശ്രമങ്ങൾ ചിലപ്പോ ഫലം കണ്ടാലോ? അതൊക്കെ എന്റെ ദൃഷ്ടിയിലെ അന്ധവിശ്വാസങ്ങളാ വസന്ത ചേച്ചി. നിങ്ങൾ അതൊക്കെ വിശ്വസിച്ചാലും എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല. അമ്മേ, ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ അമ്മേ. ഒരൊറ്റ മിനിറ്റ് അവനി. ഇനി വെറും 4 ദിവസം മാത്രമേ ഉള്ളൂ അവനി. ഈ 4 ദിവസത്തിനുള്ളില് നിനക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് തീരെയില്ല. ഇതിന് നിന്റെ മറുപടി എന്താ? നിങ്ങളുടെ ആഗ്രഹം ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തണമെന്നാണോ അതോ പ്രാർത്ഥന കണ്ടെത്താതിരിക്കാൻ വേണ്ടിയാണോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നിങ്ങളുടെയൊക്കെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. അപ്പോ നാളെ നിങ്ങൾ പ്രതീക്ഷിച്ചത് നടന്നില്ലെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ തലയിൽ ഇടാൻ വേണ്ടി ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യായിരിക്കും അല്ലേ? നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ അത് പറ. നിങ്ങളെ കൊണ്ട് പറ്റുവോ? മഷിയിട്ട് നോക്കും ഞാൻ. നോക്കിക്കോ അളിയ. മഷി ഇട്ട് നോക്കുവോ അതോ വേറെ എന്തെങ്കിലും ചെയ്യുവോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏത് വിധേനയാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടനെ കിട്ടിയാ മതി. അനാവശ്യ സംസാരമൊന്നും വേണ്ട. നീ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എന്റെ മോൻ എന്റെ കൺമുമ്പിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ അന്ന് നീ അവിടെ വെച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങള് എനിക്ക് നടത്തേണ്ടി വരും. നിനക്ക് എന്റെ മോൻ ശ്രീകറിനെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവേണ്ടി വരും. ആ കാര്യം ഓരോ നിമിഷം ഓർത്തു വെച്ച നിനക്ക് തന്നെ നല്ലത്. ഓരോ നിമിഷം എന്ന് വെച്ചാ ആ വാക്കുകൾ ഉറക്കത്തിൽ പോലും ഓർക്കുന്നതായിരിക്കും നല്ലത്. ഈ 4 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ കൺമുന്നിൽ വേണം, മനസ്സിലായോ? ഒന്നിനു ശേഷം ഒന്നായി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിയില് ദിവസവും ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസത്തോടെയാ പറയുന്നത്. ഈ 4 ദിവസത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. ആവനിയുടെ ശ്രമങ്ങൾക്ക് ആര് തടസ്സം നിന്നാലും എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി, ആവനി അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോവും. ഫൈനൽ വിജയം അവളുടേതായിരിക്കും. വാ ഏട്ടാ. എനിക്ക് എന്തായാലും ഇതൊക്കെ വലിയ ടൈം വേസ്റ്റ് പ്രോസസ് ആയിട്ടാ തോന്നുന്നത്. ഏട്ടാ, രാജി ചേച്ചി പറഞ്ഞത് ഈ ഏരിയ ആയതുകൊണ്ട്
നമുക്ക് ഈ ഏരിയയിലൊന്ന് അന്വേഷിച്ചു നോക്കാം ഏട്ടാ. സൂരമ്മയെ നമുക്ക് ഉറപ്പായിട്ടും കണ്ടെത്താൻ കഴിയും. ശരി അവനി, താൻ വാ. ഏട്ടാ, നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചാലോ? ചേച്ചി, ഈ ഏരിയയിൽ സൂരമ്മ എന്ന പേരുള്ള ഒരാൾ താമസിക്കുന്നില്ലേ? അവരുടെ വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ ഇങ്ങോട്ട് പുതിയതായി മാറി വന്നതാ മോളെ, ഞങ്ങൾക്കറിയില്ല. ശരി ചേച്ചി. ഹെഡ് നഴ്സ് രാജി നമ്മളോട് സൂരമ്മയെ ഈ ഏരിയയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ തന്നെ കാണും അവരെന്ന് എന്താ ഉറപ്പാവനി? 2-3 തവണ ഈ ഏരിയയിൽ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ ഏരിയയിൽ തന്നെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് ഏട്ടാ. ഇന്നലെ കുറച്ച് സ്ഥലത്ത് നോക്കി, ഇന്ന് നമുക്ക് ഈ ഏരിയയിൽ കുറച്ചൊന്ന് നോക്കാം ഏട്ടാ. വാ, നടക്ക്. മൂത്തപുത്രനും ഇളയപുത്രനും നടുവില് മറ്റൊരു മകനുണ്ടെന്നറിയാൻ സാധിച്ചു. ആ കുട്ടി മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. ചേച്ചി, എന്താ മോളെ, ഇവിടെ സൂരമ്മ എന്ന പേരുള്ള ആരെങ്കിലും അറിയാമോ? മൂത്തപുത്രനും ഇളയപുത്രനും നടുവില് മറ്റൊരു മകനുണ്ടെന്നറിയാൻ സാധിച്ചു. ആ കുട്ടി മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. ചേച്ചി, എന്താ മോളെ, ഇവിടെ സൂരമ്മ എന്ന പേരുള്ള ആരെങ്കിലും അറിയാമോ? കലണ്ടറിലെ ഡേറ്റ് മാറുന്നതിനനുസരിച്ച് ആവണിയുടെ വാശി കൂടിക്കൊണ്ടിരിക്കുക. അന്തിമ വിജയം ആവണിക്കായിരിക്കും എന്നാ തോന്നുന്നേ. അതെ നിഹാരിക, ഒരുപാട് സന്ദർഭങ്ങളിൽ അവനി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ അവളുടെ ഗോള് റീച്ച് ചെയ്യുമെന്ന എനിക്ക് തോന്നുന്നത്. അവനെ ആഗ്രഹിച്ചത് നടന്നു കഴിഞ്ഞാ എനിക്ക് എന്റെ അനിയനെ കിട്ടുമെന്നുള്ളൊരു സന്തോഷം ഒരു ഭാഗത്ത്, അങ്ങനെ നടന്നു കഴിഞ്ഞാ നിനക്ക് ശ്രീകരനെ കിട്ടില്ലല്ലോ എന്നുള്ള സങ്കടവും ഒരു ഭാഗത്ത്. അവസാനം എന്തായി തീരുവോ എന്തോ. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശ്രീകരേട്ടനെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ കണ്ടെത്തിയ മകനുമായിട്ട് നിന്റെ കല്യാണം നടത്തിയിരിക്കും. ഇപ്പൊ തൊട്ടേ നീ മെന്റലി ഒന്ന് പ്രിപ്പയർ ആവുന്നതാ നല്ലത്. എന്തായാലും എന്താ നിഹാരിക, നീ വേദവതി അമ്മയുടെ മരുമകളാണെന്ന് പറയിപ്പിക്കുന്നതിലല്ലേ കാര്യം? അല്ല പൃഥ്വിരാജേട്ടാ, ഞാൻ പ്രേമിച്ചത് ശ്രീകരേട്ടനെയാണ്.
ഞാൻ ഭർത്താവായിട്ട് കരുതിയതും ശ്രീകരേട്ടനെയാ. കല്യാണ മണ്ഡപത്തിൽ ഇരുന്നത് ശ്രീകരേട്ടന്റെ കൂടെയാ. ശ്രീകരേട്ടനെ ഭർത്താവായിട്ട് ലഭിച്ചില്ലെങ്കിൽ ഈ ജന്മത്തിനൊരർത്ഥവും ഉണ്ടാവില്ല. മറ്റൊരു മനുഷ്യനെ ഞാൻ ഭർത്താവായിട്ട് അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. വല്യമേ അടിപൊളി, 2 കൂടെ കിട്ടുവേ. എന്താ ഏട്ടാ? പോലീസുകാർ നിന്നെ പുറത്തുവിടാതെ ജയിലിലാക്കുന്ന കരുതിയത്. പക്ഷെ നീ നിസ്സാരായിട്ട് ഇറങ്ങിയല്ലോ. ഒരു പെണ്ണ് കാരണോ എന്നെ പിടിച്ചത് ചേട്ടാ. ആ പെണ്ണിനെ എന്റെ കൈ കെട്ടട്ടെ, അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോക്കോളാം. അവനി, രാജി ചേച്ചി മുഖേന നമ്മൾ സൂരമയെ പറ്റി അറിഞ്ഞ കാര്യം അച്ഛനോടും അമ്മയോടും നമ്മൾ പറയുന്നല്ലേ നല്ലത്. നമ്മൾ നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് മേലെ അമ്മയ്ക്കും അച്ഛനൊരു വിശ്വാസം ഉണ്ടാവും അവനി. ആ കാര്യങ്ങളൊക്കെ പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞാൽ മതിയേട്ടാ. അതിനുള്ളിൽ നമ്മൾ എടുത്തു ചാടരുത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമുക്ക് അടുത്ത റോഡിലും കൂടി നോക്കാം. വാ. ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നിനക്ക് അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യം വരുമ്പോ സമയം ഒരു ആമയെ പോലെ പതുക്കെ നീങ്ങിയ കൊള്ളായിരുന്നു എന്ന് തോന്നും. നമുക്ക് ആവശ്യമില്ലാത്തപ്പോ സമയം എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോയാ മതിയെന്നും തോന്നും. ഇതുകൊണ്ടാ പറയുന്ന അവനി, ഒരു ചുവട് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോ ശരിക്കും നമ്മളൊന്ന് ആലോചിക്കണമെന്ന്. കാണാതെ പോയ മകനെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വേർപിരിയാൻ തയ്യാറാണോ? ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവനിയെ ഞാൻ കൈവിടില്ല. പക്ഷേ എനിക്കെങ്ങാനും കൊടുത്ത വാക്ക് നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കൈവിട്ട് കളയേണ്ടുന്നൊരവസ്ഥ എല്ലാവരും ക്രിയേറ്റ് ചെയ്യൂ ഏട്ടാ. താനെന്ന് കാണിച്ചത് ഒരു എടുത്തുചാട്ടം തന്നെയാ. അതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രയാസപ്പെടേണ്ടി വരുന്നേ. എന്നും നഷ്ടപ്പെട്ട ഒരു മകന്റെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നേ? നിനക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാ പോരെ? ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒരു തീരുമാനം തന്നെ നീ എടുത്തത്. അവസാന നിമിഷം വരെ ഞാൻ എന്റെ പോരാട്ടം തുടരും. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. എന്താ വല്ല പേപ്പട്ടിയും കടിച്ചോ നിങ്ങളെ? എന്നെ ആ വീട്ടിലെ മകനായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ആ വീടിന്റെ മുമ്പിൽ ഒരു ടെന്റും കെട്ടി ഇങ്ങനെ സമരം ചെയ്യും ഞാൻ. നിലവിലെ വീട്ടിലെ കാര്യങ്ങൾ വെച്ച് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങളും ഇങ്ങനെ ബുദ്ധിമുട്ടാക്കല്ലേ. ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ പറയുന്നേ. നമ്മൾ രണ്ടുപേരും സഹോദരങ്ങളാന്ന് പറഞ്ഞാ ജനങ്ങൾ വിശ്വസിച്ചോളും. എന്റെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത് ചേട്ടാ. 2 ദിവസം സമയമല്ലേ ഉള്ളൂ ബ്രദറെ, അതുകൊണ്ടാ ഞാൻ പറയുന്നേ. എന്റെ ജീവിതത്തില് എല്ലാ അത്ഭുതങ്ങളും അവസാന നിമിഷമാളിയാ സംഭവിച്ചത്. എനിക്കതിൽ വിശ്വാസമുണ്ട്. എന്റെ ആലോചനകളില് സ്വാർത്ഥതയില്ല. നല്ലതുപോലെല്ലാം നടന്നോളൂ. വാ ഏട്ടാ. അവരെന്താ മനസ്സിലാക്കാത്തത്? നീയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് സുജാത. ഇനി ഒരു പ്രാവശ്യം കൂടെ അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അയ്യോ അയ്യോ നിങ്ങളെ സുജാത അടിക്കല്ലേ, സുജാത അടിക്കില്ല. അയ്യോ അവളുടെ ജീവിതം എങ്ങോട്ടാ പോകുന്നെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. വേദവതി അമ്മയുടെ മകൻ ഇത് എവിടെയാണോ എന്തോ. കഷ്ടം. കിട്ടുചേട്ടൻ അകത്ത് പോയിട്ട് കുറെ നേരമല്ലോ, ഇതെന്താ പുറത്തേക്ക് വരാത്തെ? അവന് ഇവിടുത്തെ വിഗ്രഹം തൂക്കാനുള്ള പ്ലാൻ ഒന്നുമില്ലല്ലോ. നോക്കാം, നീ വാ. വെൺതിങ്കൾ കോലമേറും തങ്കവേല, നീ തൈപ്പൂയ കാവടിക്ക് കൂടെ വാ.
പെണ്ണിങ്കൽ കോലമേറും തങ്കവേല നീ തൈപ്പൂയ കവടിക്ക് കൂടെ വാവാ മുപ്പാരും മന്ദിക്കും വേരായുധ നിന്റെ തൃക്കാലടി തുണ ശ്രീ മുരുക ശ്രീ മുരുക വേലവനേ ഹരോഹര വടനായക ശ്രീ ആണ്ടവ ശിവതനയ. ചേട്ടാ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ ആ ദൈവത്തിന് പോലും പറ്റില്ല ചേട്ടാ. ദുഷ്ടനാടാ, ദൈവം വെറും ദുഷ്ടനാ. അതെന്താ ചേട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? പിന്നെന്താടാ പറയണ്ടേ? കാറുള്ളവർക്ക് കാറ്, ബംഗ്ലാവ് ഉള്ളവർക്ക് ബംഗ്ലാവ്, പൈസ ഉള്ളവർക്ക് പൈസ, പദവി ഉള്ളവർക്ക് പദവി. എന്തിനാ ഉള്ളവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കാതെ ഇല്ലാത്തവർക്ക് കൊടുത്തുകൂടെ? പണിയും പ്രയാസവും നമുക്ക്, പണക്കെട്ട് മുഴുവൻ മറ്റുള്ളവർക്ക്. ഈ ദൈവം ഇങ്ങനെ പക്ഷാഘാതം കാണിച്ചാൽ എങ്ങനെയാ ചേട്ടാ? അത് പക്ഷാപാതമല്ല ചേട്ടാ, പക്ഷാഭേദം. അത് തന്നെ. സുഖവും ബുദ്ധിമുട്ടും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. എല്ലാവരെയും പണക്കാരായി ജനിപ്പിക്കണം, അല്ലെങ്കിൽ ദരിദ്രരായി ജനിപ്പിക്കണം. ഈ ദൈവത്തിന് അത്രയെങ്കിലും കോമൺ സെൻസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എന്തെങ്കിലും പറഞ്ഞ പൂർവ്വജന്മത്തിലെ പാപപുണ്യങ്ങളാ ഈ ജന്മത്തെ ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയും. അതെങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നേ? നമ്മുടെ പൂർവ്വജന്മത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയോ? അടുത്ത ജന്മത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയോ? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപം എന്താണെന്നുള്ള ക്ലാരിറ്റി നമുക്കില്ല. അടുത്ത ജന്മത്തിൽ പുണ്യം ചെയ്യുന്നുള്ള ഗ്യാരണ്ടിയും നമുക്കില്ല. ആകെ മൊത്തം കൺഫ്യൂഷൻ ആടാ. എന്താ ചേട്ടാ ഇന്ന് നിങ്ങള് കള്ളു കുടിക്കാതെ തന്നെ വേദാന്തം പറയുന്നുണ്ടല്ലോ? ഫ്രസ്ട്രേഷൻ ആടാ, ഫ്രസ്ട്രേഷൻ. ചേട്ടാ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കുറയണമെങ്കിൽ വേഗം തന്നെ ചേച്ചിയുടെ ഫോട്ടോ എടുത്ത് നോക്ക്. രണ്ടു മൂന്ന് തവണ ഒരു മിന്നൽ പോലെ വന്നങ്ങ് മാഞ്ഞു പോയി. കൊച്ചിനെ കണ്ടിട്ട് കോടീശ്വരിയായിട്ടാ തോന്നുന്നേ. എനിക്കൊരു കോടീശ്വരനാകണമെന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കലും ഈ പെണ്ണ് എന്റേതാകുമെന്നുള്ള വിശ്വാസത്തോടെ ഇപ്പൊ ജീവിക്കുന്നേ. എങ്ങനെയെങ്കിലും ഈ കൊച്ചിനെ ഒന്ന് കണ്ടെത്തണം, സ്വന്തമാക്കണം. ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ ഫീലിംഗ് എന്താ നിഹാരിക? എന്താവാൻ, ഞാൻ വിജയത്തിന് തൊട്ടടുത്തും ആ ആവനി പരാജയത്തിന് തൊട്ടടുത്തും ഉള്ളതുപോലെയാ തോന്നുന്നേ. പെങ്ങളെ, എന്താ ഏട്ടാ? രണ്ടുപേരെയും കാണുമ്പോ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നേ. എന്താന്ന് പറയട്ടെ? മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന എന്തിനാ പറയേട്ടാ? ഇല്ലാത്ത പശുവിന് പൊളിയാത്ത ആലാന്ന് നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടേട്ടാ. പാല് ചുരത്താത്ത പശുവിന് എന്തിനാ തങ്കക്കുടന്നല്ലേ? നീ അല്പ ഷാർപ്പാണ് സിസ്റ്റർ. ഇപ്പൊ ഇല്ലാത്ത പഴഞ്ചൊല്ല് പറയുന്ന എന്തിനാ? പഴഞ്ചൊല്ലുകൾ ഉണ്ടാക്കുന്നതില് നിങ്ങൾ നല്ല മിടുക്കിയല്ലേ വസന്ത ചേച്ചി? എന്നിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവനിയുടെ ശ്രമങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെന്നാ അതിന്റെ സാരാംശം. ഓ അങ്ങനെ ഇപ്പോഴാ കത്തിയത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ചേച്ചി? എന്താടാ അങ്ങനെ ചോദിച്ചേ? എന്ത്? ചേച്ചിയുടെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇവിടെയുള്ള ഒരാൾക്കും ബുദ്ധിയില്ലാതെ ഞാൻ പറയൂ. അതെന്താ അങ്ങനെ പറഞ്ഞ ശ്രീകർ? നിഹാരികയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നല്ലേ? നിഹാരിക എന്തൊക്കെ ദുഷിച്ച ചിന്തകളും വെച്ചാണ് നമ്മുടെ ഈ വീട്ടിൽ വിഷപ്പാമ്പിനെ പോലെ നടക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയുന്നല്ലേ? എന്നിട്ട് പോലും നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നേ? കാണാതെ പോയ അനിയനെ കണ്ടുപിടിച്ച നന്നായിരുന്നു എന്നുള്ള ചിന്ത ചേച്ചിക്കുമില്ല. ഇവിടുത്തെ മരുമകളായ നിങ്ങൾക്കോ ഇവിടുത്തെ മരുമകനായ പൃഥ്വിരാജേട്ടനോ അതിനെപ്പറ്റി ഒരു ചിന്ത പോലുമില്ല. വീട്ടിലുള്ളവരുടെ കൂടെ നിൽക്കാതെ പുറത്തുള്ള ഏതോ ഒരാളെ, അതും ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന ഇവളെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പെൺ ശകുനിയെ പോലെ ഇവള് പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്തോണ്ടാ നിങ്ങൾ നിൽക്കുന്നേ. ലേശം പോലും ഉളുപ്പില്ലേ നിങ്ങൾക്ക്? എപ്പോ നോക്കിയാലും നിങ്ങൾക്ക് ആവനിയോട് ദേഷ്യമുണ്ടെന്നല്ലാതെ ഈ കുടുംബത്തിനോടൊരു ബാധ്യതയുമില്ല.
ആലോചിക്കുമ്പോ എനിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. വേദവതിയമ്മേ, 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 ഒന്ന് വേഗം വന്നേ. എന്തു പറ്റി? വക്കീലൊക്കെ ഉണ്ടല്ലോ. ആസ്തിയൊക്കെ നിഹാരികയുടെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞപ്പോ അമ്മ ലോയറിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ അവനിക്ക് നിഹാരികയ്ക്കും ഇടയില് വലിയൊരു ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ലോയറേയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്താ കാര്യം? വേദവതി അമ്മയും പ്രസാദ് റാവു സാർ ഒന്ന് വരട്ടെ, വിഷയം എന്താണെന്ന് വിശദമായിട്ട് പറയാം.